മധുരം കേൾക്കുവാനിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാനൊരു പാട്ട് പാടി നമുക്ക് ആരംഭിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഒരു പ്രത്യാശാകാരം നമ്മളെല്ലാവരും സ്വർഗരാജ്യത്തിലേക്ക് പോകുന്ന രംഗം കർത്താവിൻ്റെ കാഹളത്തിന് കേൾക്കുമ്പോൾ ഇന്ന് ജീവിക്കുന്നവര്, മരിച്ച സ്വർഗത്തിൽ വിശ്രമിക്കുന്നവര്, ജനിക്കാനുള്ള തലമുറ എല്ലാം കൂടി രൂപാന്തര ശരീരമായ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു രംഗം, അതേ പാട്ടായി ഞാൻ എഴുതിയിരിക്കുന്ന നമുക്കൊരു പാട്ട് പാടാം. നീലാകാശത്തോണിയിലേറി പോകും ഞങ്ങൾ സ്വർഗത്തിൽ, കാണും ഞങ്ങൾ സിയോൻപുരിയിൽ തേജസ്സിന്റെ രാജാവേ. കാണും ഞങ്ങൾ സിയോൻപുരിയിൽ തേജസ്സിന്റെ രാജാവേ. ലോകത്തിന്റെ രക്ഷകനായി, പാപത്തിന്റെ മോചകനായി വാഴും രാജാവേ. സ്വർലോകങ്ങൾ വാഴും രാജാവേ. ലോകത്തിന്റെ രക്ഷകനായി, പാപത്തിന്റെ മോചകനായി വാഴും രാജാവേ. സ്വർലോകങ്ങൾ വാഴും രാജാവേ. സ്വർഗത്തിൽ കാണും ഞങ്ങൾ ദൂതന്മാരുടെ സംഘത്തെ, സേനയിലധിപൻ ഞങ്ങൾക്കായി നൽകും സ്വർണ്ണ കൊട്ടാര. കർത്താവിന്റെ സാക്ഷികളായ ധീരന്മാർ പാടിസുതിക്കും നേരത്ത്, മണ്ണിൽ വന്നു പിറന്നവനെ, മണ്ണിൻ രൂപം തന്നവനെ കാണും ഞങ്ങൾ തേജസ്സിൽ. വിതയ്ക്കും ഞങ്ങൾ വയലേലകളിൽ കർത്താവിന്റെ വചനങ്ങൾ, വാങ്ങും ഞങ്ങൾ പ്രതിഫലമായി സ്വർണത്തിന്റെ കിരീടങ്ങൾ. അതെ, നല്ല പ്രത്യാശയുള്ളൊരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇവിടം കണ്ട് അവസാനിക്കുന്ന ജീവിതമല്ല. അപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. പത്താഴ്ചത്തിൽ കർത്താവ് പറയുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും. മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത് നിങ്ങൾ ഉപ്പുള്ളവരായിരിക്കും. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യനകത്ത് പറയുമ്പോൾ നിങ്ങളുടെ വാക്ക് ഉപ്പിനാ രുചി വരുത്തിയതും കൃപയോടുകൂടിയതുമായിരിക്കട്ടെ. ദാവീദ് രാജാവ് പറയുമ്പോൾ നീ അറിയാതെ ഒരു വാക്ക് എൻ്റെ നാവിന്മേലില്ല. ഇതാണ് നമ്മൾ വായിക്കുന്നത്. നമുക്ക് ആ ഭേദഭാഗം ഒന്ന് വായിച്ച് ചിന്തിക്കുന്നപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. താവിന്റെ സ്തോത്രം ഒന്ന് വായിക്കതേ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന് 13-ാം വാക്യം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തോന്നുകൊണ്ട് രസം വരുത്താം. അപ്പം ഭൂമിയുടെ ഉപ്പാകുന്നു. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 50-ാമത്തെ വാക്യം വായിക്കാം. ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാലോ എന്തോന്നിനാൽ അതിന് രസം വരുത്താം. നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരുമായിരിക്കും. അപ്പൊ നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരുമായിരിക്കും. ഇനി പൗലോസ്ലീഹ പറയുന്ന ഒരു വാക്ക് നമുക്ക് വായിക്കാം. പൗലോസ്ലീഹ പറയുന്ന ഒരു വേദഭാഗം കൊലോസ്യലേഖനം 4-ന്റെ 6-ാമത്തെ വാക്യം വായിക്കും. 4-ന്റെ 6. അതിങ്ങനെയാ പറയുന്നത്. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്നും അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാ രുചി വരുത്തിയതുമായിരിക്കട്ടെ. അങ്ങനെ കൃപയോട് കൂടിയതും ഉപ്പിനാ രുചി വരുത്തിയ വാക്കുകളായിരിക്കണമെന്നാണ് പൗലോസ്ലീഹ അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം. ഇവിടെ 119-ാം സങ്കീർത്തനത്തില് 139-ാമത്തെ സങ്കീർത്തനം ദാവീദ് രാജാവ് പറയുന്ന ഒരു വേദഭാഗങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാം കേട്ടോ. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നു നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. അവിടെ എന്റെ യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്ത് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ
ഒരു വാക്ക് എന്റെ നാവിന്മേലില്ല. അപ്പൊ പറയുന്നതിന് മുമ്പേ തന്നെ ദാവീദ് എന്താണ് പറയാൻ പോകുന്നതെന്ന് ദൈവം തമ്പുരാൻ അറിയാം. അങ്ങനെ നീ അറിയാതെ ഒരു വാക്കും നമ്മുടെ അപ്പൊ നമ്മുടെ വാക്കുകളുടെ ആ വില, അത് പറഞ്ഞാലത്തെ ഗുണം നമ്മൾ മനസ്സിലാക്കണം. കർത്താവിന്റെ സ്തോത്രം. മക്തലക്കാരത്തെ മറിയായെ ഭൂതന്മാരെ പിടിച്ച് യേശുവിന്റെ അടുക്കൽ കൊണ്ടുപോയി വ്യഭിചാരം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോ വ്യഭിചാരം ചെയ്ത സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിൽ പഴയ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. കല്ലെറിഞ്ഞ് കൊല്ലണം. അങ്ങനെ അവർ വളരെ ഉത്സാഹത്തോടെ 100% സുപ്രീം കോടതി വിധി പോലെ അവർ ചെയ്യുന്നത്. കാരണം ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞ മോശം എഴുതി വെച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ള സ്ത്രീകളെ കല്ലെറിഞ്ഞ് കൊല്ലണം. അപ്പൊ അവിടെ ചെന്നപ്പോ അവരെല്ലാവരെയും കണ്ടു വളരെ ഉത്സാഹത്തോടെ യേശുവിനോട് പറഞ്ഞു, ഇവളെ മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് മോശ എഴുതിയിരിക്കുന്നത്. അപ്പൊ യേശു വേറെ ഒന്നും പറഞ്ഞില്ല, ഒറ്റ വാക്ക്, നിങ്ങളിൽ പാപമില്ലാത്തവര് ഇവളെ കല്ലെറിയട്ടെ. അപ്പൊ ആ വാക്കിന്റെ വില മനസ്സിലാക്കി. വീരശൂര പരാക്രമശാലികളായ യഹൂദന്മാര് വലിയ ആർവത്തോടും ഉത്സവമാചരിക്കുന്ന ഒരു സന്തോഷത്തോടും കൂടിയാണ് ആ സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്നത്. അപ്പോ യേശു ഒരേ വാക്ക് പറഞ്ഞു, നിങ്ങള് പാപമില്ലാത്തവർ ഇവിടെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. ഒരു യഹൂദനെങ്കിലും കല്ലെടുക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല. അവർ ഓരോരുത്തരായിട്ട് എന്ത് ചെയ്യും? മാറിപ്പോയി. കേട്ടോ, കർത്താവിന്റെ സ്തോത്രം. നമ്മൾ ഓർക്കണം, ആ രംഗം നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ. ഇവിടെ നമ്മളിവിടെ കർത്താവിന്റെ സ്തോത്രം, എലിസബത്ത് രാജ്ഞി ഡയാന രാജകുമാരിനെ പാരീസിൽ വെച്ചാണെന്ന് എനിക്ക് തോന്നുന്നു വണ്ടി അപകടത്തിൽ മരണപ്പെട്ടുപോയി. അപ്പോ ചരിത്രത്തിൽ പറയുന്നത്, ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച സുന്ദരിയായൊരു സ്ത്രീ ആയിരുന്നു ഈ ഡയാന രാജകുമാരി. സാധാരണ ഒരു കുടുംബത്തിൽ പൊതുലോകം അറിയപ്പെടുന്നത് നമ്മളെ രാജകുമാരി. അതിപ്പോൾ ചാൾസ് രാജകുമാരന്റെ ഭാര്യ ആയപ്പോഴാണ് ഒരു രാജകുമാരിയായിട്ട് അറിയപ്പെടുന്നത്. കാന്റബറി ആർച്ച് ബിഷപ്പ് അവരുടെ വിവാഹം നടത്തുമ്പോൾ പറഞ്ഞു എന്നാണ് പറയുന്നത്, ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ള പദം എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, സ്നേഹിച്ചും സഹകരിച്ചും മുമ്പോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ആ നിലയിലുള്ള പദങ്ങൾ വേണമെന്ന് പറഞ്ഞാണ് അവരുടെ വിവാഹം നടത്തിക്കൊടുത്തത്. അപ്പൊ അവര് യാത്ര പോകുമ്പോ അതിനകത്ത് വലിയൊരു രഹസ്യമുണ്ട്. എലിസബത്ത് മഹാരാജ്ഞിയുടെ ഉപദ്രവം ഹേതുവായി, അവരുടെ വാക്കുകൾ, മനവച്ച വാക്കുകൾ നിമിത്തമായി വളരെ വേദനയോടെയാണ് രാജകൊട്ടാരത്തിൽ ഡയന രാജകുമാരി കഴിഞ്ഞിരുന്നത് എന്ന് പറയപ്പെട്ടു. അപ്പൊ ചാൾസ് രാജകുമാരന് അമ്മയോട് ചേർന്ന് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അമ്മയോട് സഹിച്ചു നിന്നപ്പോ, സാധാരണ വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട ഡയനായെ ആ രാജകൊട്ടാരത്തിൽ വന്നപ്പോൾ അതിൻ്റെതായ ഉപദ്രവങ്ങളും വേദനകളും അവൾ അനുഭവിച്ചപ്പോൾ അവൾക്ക് ഒരു രഹസ്യ കാമുകനുണ്ടാവുകയും അവനോടൊരുമിച്ചാണ് അവള് മറ്റു രാജ്യത്തിലേക്ക് കടന്നുപോയി. അങ്ങനെ അവർ പോകുമ്പോൾ അവരുടെ യാത്രയിൽ പേപ്പറുകാർ ഫോട്ടോ എടുക്കുവാനും അതിന്റെ ന്യൂസ് കൊടുക്കാനും പേപ്പറുകാർ ഇവിടെ പുറകെ പോയപ്പോൾ അത് മനസ്സിലാക്കിയ രാജകുമാരി ഡ്രൈവറോട് വണ്ടി സ്പീഡിൽ ഓടിക്ക്, ഇവരൊന്ന് ഒഴിഞ്ഞു മാറാ, ഇല്ലെങ്കിൽ ഇപ്പൊ പേപ്പറിൽ അവർ ഫോട്ടോ എടുത്തെല്ലാം ലോകം മുഴുവൻ അറിയിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രൈവർ വണ്ടി സ്പീഡിൽ ഓടിച്ചാണ് അന്ന് അപകടം ഉണ്ടാകുവാനും ഡയന രാജകുമാരി മരിക്കുവാനിടയായി. നമ്മൾ ചിന്തിച്ചു നോക്കി, ഈ വാക്കുകൾ. രാജകൊട്ടാരത്തിൽ സുഖമായി ജീവിക്കേണ്ട രാജകുമാരി അവിടെ സാധാരണ കുടുംബത്തിൽ ജനിച്ചുപോയി എന്നുള്ളത് തെറ്റ് അവൾക്ക് പറ്റിയത്. പിന്നെ ധനാഢ്യന്റെ ഒരു കുടുംബത്തിലെ സാധാരണക്കാരൻ്റെ കുടുംബത്തിൽ ജനിച്ചു പറ്റി രാജകുമാരി വിവാഹം കഴിച്ച് വന്നപ്പോൾ അവിടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ, നല്ല പ്രത്യാശയോടെ ജീവിക്കുവാൻ എലിസബത്ത് രാജ്ഞിയുടെ വാക്കുകൾ അവൾക്ക് സഹിക്കാൻ പറ്റാത്ത വാക്ക്. അതായത് പൗലോസിനെ പറയുന്ന വാക്ക് ഉപ്പിനാ രുചി വരുത്തുന്നതും കൃപയോട് കൂടിയതുമായിരിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ വാക്കുകളെ സഹിക്കാൻ പറ്റാതെ വന്നതിന്റെ പേരിലാണ് രഹസ്യ കാമുകൻ ഉണ്ടാകുവാനും അത് ആ രാജ്യം വിട്ടു പോകുവാനും വണ്ടി സ്പീഡിൽ ഓടിക്കുവാനും അപകടം ഉണ്ടാകുവാനും മരിക്കുവാനിടയായത്. അപ്പൊ വാക്കുകളുടെ ശക്തി മനസ്സിലാക്കിക്കേ. അപ്പോ എത്ര ഭയങ്കരമായ ഒരു അവസ്ഥയാണ് ചിന്തിച്ചു നോക്കിക്കേ. സാധാരണ നമ്മള് പുറമേത് നോക്കുമ്പോ
ഇങ്ങനെയൊന്നും ആർക്കും കാണാൻ പറ്റിയില്ല. അതിന്റെ വിലയൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. മഹാത്മാഗാന്ധിയെ പറ്റി പറയുമ്പോൾ അത് ബ്രിട്ടീഷുകാര് അവരുടെ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു അറിയിപ്പുണ്ട്. മഹാത്മാഗാന്ധിയുമായി 10 മിനിറ്റ് കൂടുതൽ സംസാരിക്കരുത്. 10 മിനിറ്റ് കൂടുതൽ സംസാരിച്ചാൽ നിങ്ങൾ കോൺഗ്രസ്സുകാരന് ഇന്ത്യൻ പൗരനായി മാറും. അത്രയ്ക്ക് സ്വാധീന ശക്തി അദ്ദേഹത്തിന്റെ വാക്കുകൾക്കുണ്ടെന്നാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തത്. അത്രയും വിനയമായിട്ടും താഴ്മയായിട്ടും ആകർഷണീയമായിട്ടും ഒരു സംസാര ശൈലിയായിരുന്നു മഹാത്മാഗാന്ധിയുടെ. ചിന്തിച്ചു നോക്കിക്കേ. അപ്പോൾ എത്ര സന്തോഷകരമായിട്ടാണ് മഹാത്മാഗാന്ധി സംസാരിച്ചിരുന്നത്. തന്നെയല്ല, നാഥുറാം ഗോഡ്സെ ഗാന്ധിയെ വെടിവെക്കുമ്പോൾ ബിർള ഹൗസിൽ നിന്ന് പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴാണ് എൻ്റെ ഓർമ്മ. ഡൽഹിയിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ, ചുരുങ്ങിയ വഴിയേ ഉള്ളൂ. അപ്പൊ ഇറങ്ങി വരുമ്പോ നാഥുറാം ഗോഡ്സെയുടെ കൂടെ നാഥുറാം ഗോഡ്സെ, നാരായൺ ആപ്രെ, വിഷ്ണു കർക്കരെ അങ്ങനെ 3 പേരാണ് ചെന്നത്. നാഥുറാം ഗോഡ്സെയാണ് വെടിവെച്ചത്. അപ്പൊ ഗാന്ധിജിയെ കണ്ടു കഴിഞ്ഞപ്പോ അവരാദ്യമായിട്ട് തന്നെ ആരാധന മനോഭാവത്തോടു കൂടി ചെന്ന് വണങ്ങുന്ന രീതിയിൽ ഗാന്ധിജിയെ വെടിവെച്ചു. 3 വെടിവെച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഗാന്ധിജി അവിടെ മരിച്ചു വീണു കേട്ടോ. അപ്പോൾ അവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള വർഗീയ ലഹളം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ വെടിവെപ്പ് നടന്നതെന്ന് പറയപ്പെടുന്നത്. അപ്പൊ നോക്കിയാ അത്രയും മനോഹരമായ ഇമ്പകരമായി സംസാരിച്ച് രാജ്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ച മഹാത്മാവാകുന്ന നമ്മുടെ മഹാത്മാഗാന്ധിയെ അവരെ വെടിവെച്ച് കൊന്നിട്ട്. എങ്ങനെ മനുഷ്യ സഹിക്കും ചിന്തിച്ചു നോക്കണം. അപ്പോൾ അവിടെ വർഗീയ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വാദം നടക്കുക. ആ സമയത്ത് നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്: നമ്മുടെ മഹാത്മാഗാന്ധിയെ ഒരു ഹിന്ദു വെടിവെച്ചു കൊന്നു. അപ്പൊ ഒരു മഹാത്മാഗാന്ധിയെ ഹിന്ദു വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞില്ലെങ്കിൽ തകരാറ് എന്താണെന്നറിയോ? അവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും നമ്മൾ വർഗീയമായ ലഹളം നടക്കുമ്പോൾ ഹിന്ദുവായ മഹാത്മാഗാന്ധി മരിച്ചു എന്ന് പറഞ്ഞാൽ, വെടിവെച്ചു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ ആ ഹിന്ദുക്കളെ അവിടുന്ന് കോപിഷ്ഠരാകുവാനും ലക്ഷങ്ങൾ മരിച്ചു വീഴുവാനിടയാണ്. നോക്കണേ. അപ്പൊ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു വാക്കിന് സാധിച്ചു. അങ്ങനെ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നു, അത് ഹിന്ദുവാണ് എന്നുകൂടി കൂട്ടിച്ചേർത്തു. അപ്പോ വളരെ ആലോചിച്ചും ചിന്തിച്ചുമാണ് വാക്കുകൾ അവരെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നെഹ്റു, മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ. അതിന്റെ ഫലമായി അവര് ഈ ലോകത്തിലെ കസേരയിൽ നിന്ന് മാറിയപ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യ ഹൃദയങ്ങളിൽ അവർക്ക് സ്ഥാനം വന്നു. അങ്ങനെ അവര് ഇന്നും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നു. ലോകം മുഴുവൻ അവര് ആദരിക്കപ്പെടുന്ന നേതാക്കന്മാരായി. അപ്പോ ഗാന്ധിജിയോട് 10 മിനിറ്റ് സംസാരിക്കുക. അതിൽ കൂടുതൽ സംസാരിച്ചാൽ നിങ്ങൾ കോൺഗ്രസ്സുകാരനും ഇന്ത്യക്കാരനുമായി പോകുമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഓർഡർ കൊടുത്തിരിക്കുക. നെഹ്റു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ നാഥുറാം ഗോഡ്സെയുടെ വെടിയുണ്ട ഏറ്റ് മരിച്ചു കിടക്കുന്ന മഹാത്മാഗാന്ധിയെ പറ്റി പറയുമ്പോ അതേ ഒരു ഹിന്ദു വെടിവെച്ചു എന്ന് പറഞ്ഞില്ലെങ്കിൽ അതേ മുസ്ലിമാണെന്ന തെറ്റിദ്ധാരണയിൽ ലക്ഷക്കണക്കിന് മരണം അവിടെ സംഭവിക്കുക. ഒരു വാക്കേല മരണം ഒഴിവായി. അപ്പൊ നമ്മുടെ വാക്കുകളുടെ വില നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. കർത്താവിന്റെ സ്തോത്രം. അപ്പോ പൗലോസ്ലീഹ പറഞ്ഞു, നിങ്ങളുടെ വാക്ക് ഉപ്പിന് രുചി വരുത്തിയതും കൃപയോടുകൂടിയതുമായിരിക്കട്ടെ. കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന് ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന്. അത് തന്നെ മർക്കോസ് യേശു പറഞ്ഞു, അതെ നിങ്ങൾ ഉപ്പ് ഉള്ളവരായിരിപ്പീൻ എന്നാ പറയും. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ചോദിച്ചാൽ, ഭയങ്കരമായ തീനരകത്ത് നമ്മളെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി മനുഷ്യവേഷമെടുത്ത ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശുവിനെ പറ്റി പറയുമ്പോൾ അവന്റെ വാക്കുകൾ ലാവണ്യ വാക്കുകളായിരുന്നു. അങ്ങനെ കർത്താവിന്റെ ആ വചനങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ എത്ര സന്തോഷമാണ്. നമ്മൾ ഇവിടത്തുകാരല്ല എന്ന് ഓർക്കണമേ. 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളാരും ഉണ്ടായിരുന്നില്ല. 100 വർഷം കഴിഞ്ഞാൽ നമ്മളിവിടെ ഉണ്ടാകുകയില്ല, മരിച്ചു പോകും, മൺമറയുമായി ചതുരെടുത്ത് പോവുകയില്ലേ. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. നിത്യമായ രാജ്യം, സ്വർഗരാജ്യം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പുത്തനാം യെരൂശലേം എന്ന മനോഹരമായ ഒരു നഗരം, സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കം കൊണ്ട് പണിത കൊട്ടാരം,
വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം, വേദപുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമാണ് 22-ാം അധ്യായം. ഇപ്പുറം കിടക്കുന്ന 21-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കൂ. കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി നമ്മുടെ യേശുനാഥൻ ഒരുക്കിയ മനോഹരമായ ഭവനം, ആ സ്വർഗീയ ഭവനത്തിലേക്കാണ് നമ്മൾ ഈ ശരീരം ഇവിടെ ഇട്ടിട്ട് നമ്മൾ പോകുന്നത്. ആ സന്തോഷകരമായ യാത്രയും ആ സ്വർഗീയ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും നമുക്ക് തരുവാൻ വേണ്ടി അവൻ കാൽവറി നമുക്ക് വേണ്ടി യാഗമായി ആ രക്തം നമ്മളെ വീണ്ടെടുത്ത സ്നേഹം നമ്മുടെ മനസ്സിൽ നിന്ന് മാറരുത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ രംഗങ്ങളും നമ്മുടെ വാക്കുകൾ വളരെ ശ്രദ്ധയോടും താഴ്മയോടും വിനയത്തോടും മറ്റുള്ളവനെ ദ്രോഹിക്കാത്തതും മറ്റുള്ളവന് ആകർഷകമായി വാക്കുകൾ പറയുന്നു എങ്കിൽ എത്രയോ സന്തോഷമാണ്, എത്രയോ അനുഗ്രഹമാണ്. അങ്ങനെ ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോട് കൂടിയ വാക്കുകൾ സംസാരിച്ചുകൊണ്ട് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിക്കുമെങ്കിൽ അത് നമുക്ക് തന്നെ എത്രയോ സന്തോഷ അനുഗ്രഹമാണ്. ഓർക്കണമേ, ആ സ്വർഗീയമായ യാത്രയൊക്കെ ഒന്ന് ഓർക്കണം. ദൂതന്മാരെ അയച്ച് ഇടത്തും വലത്തും അടിയിലും മോടിയിലും ദൂതന്മാരുടെ അകമ്പടിയോടുകൂടി ആ സ്വർഗോന്നങ്ങളിലേക്ക് പറന്നു പോകുന്നു കോടാനുകോടി മൈലുകൾക്കപ്പുറം. മഹാകവി KV സൈമൺ സാർ ഇങ്ങനെ പാടി: 1000 കോടി വനദൂതങ്ങളെ താണ്ടി പോയിടം നിൻ മാർഗമോഹിക്കാവതോ. 1000 കോടി വാനഗോളങ്ങളെ താണ്ടി നക്ഷത്ര മണ്ഡലങ്ങൾക്ക് മുകളിലുള്ള സ്വർഗത്തിലേക്കുള്ള യാത്ര എത്ര മനോഹരമായിരിക്കും. 1000 കോടി വാനഗോളങ്ങളെ താണ്ടി പോയിടം നിൻ മാർഗം മോഹിക്കാവതോ. ഗഗനതലമതു മനുജഗണനയും അതിശയിച്ചുയരുന്നവ ഭാഗ്യമഹിമയെ വാഴ്ത്താനാവതോ ദേശമെങ്കിലും ഉരപ്പാൻ നാവിതോ. ആ യാത്രയിലെ സുഖം ദൂതന്മാരെ മുമ്പിലും മോളിലും ഇടത്തും വലത്തും മുമ്പിലും പുറകിലും നിന്ന് കമ്പടിയായി സ്വർഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഈ യാത്ര, ആ യാത്രയിൽ ഒരു വിശ്വാസി അനുഭവിക്കുന്ന സന്തോഷത്തെ ആ പാട്ടിൽ കൊണ്ടുവരുവാനുള്ള വാക്കുകൾ കിട്ടുന്നില്ല എന്നാണ് മഹാകവി KV സൈമൺ സാർ പാടിയിരിക്കുന്നത് കേട്ടോ. ഒരു സ്തോത്രം. അപ്പോ ആ പ്രത്യാശ നഗരം നമുക്ക് തരുവാനും ആ പ്രത്യാശയുടെ കാര്യമില്ലാത്ത കോടാനുകോടി വർഷങ്ങളാ യേശുവിന്റെ തനി രൂപത്തിൽ കോടാനുകോടി വർഷം സ്വർഗത്തിൽ വാഴുന്ന മനോഹര കാലങ്ങളെ ഓർക്കുമ്പോൾ പ്രിയമുള്ളവരെ എത്രയോ സന്തോഷമാണ്. ആ പ്രത്യാശ നാടിനെ ഓർത്തുകൊണ്ട് ഈ ലോക ജീവിതം സന്തോഷകരമാക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പാടിയ പാട്ട് 2 കൂടി പാടി ഞാൻ അവസാനിപ്പിക്കാം കേട്ടോ. താവന സ്തോത്രം. നീലാകാശത്തോണിയിലേറി പോകും ഞങ്ങൾ, സ്വർഗത്തിൽ കാണും ഞങ്ങൾ സിയോൻപുരിയിൽ തേജസ്സിന്റെ രാജാവേ. സഭ ഇങ്ങനെ സ്വർഗോന്നങ്ങളിലേക്ക് വരും. കർത്താവിന്റെ ദാസൻ പൗലോസ്ലീഹ തെസ്സലോനിക്കയിലെ എഴുതിയിരിക്കുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചതിന് മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, ജീവിക്കുന്ന രൂപാന്തരപ്പെടും. ആ മനോഹരമായ യാത്ര ആണ് നീലാകാശത്തോണിയിലേറി പോകും ഞങ്ങൾ സ്വർഗത്തിൽ. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മളെ എതിരേൽക്കുവാനായിട്ട് മധ്യാകാശത്ത് നിൽക്കുകയാണ്. ലോകത്തിന്റെ രക്ഷകനായി പാപത്തിന്റെ മോചകനായി വാഴൻ രാജാവേ, സ്വർലോകങ്ങൾ വാഴൻ രാജാവേ. സ്വർഗത്തിൽ കാണും ഞങ്ങൾ ദൂതന്മാരുടെ സംഘത്തെ, സേനയിലധിപൻ ഞങ്ങൾക്കായി നൽകും സ്വർണ്ണ കൊട്ടാരം. ആ മനോഹരമായ സ്വർണ്ണ കൊട്ടാരത്തിലേക്ക് ആ ദൂതന്മാരുടെ അകമ്പടിയോടുകൂടി പോവുകയും അവിടെ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന മനോഹര ഭവനത്തിൽ താമസം ആരംഭിക്കുകയും ചെയ്യുന്ന എത്ര സന്തോഷമാ. ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവിന്റെ സാക്ഷികളായ ധീരന്മാർ പാടി സ്തുതിക്കും നേരത്ത്, മണ്ണിൽ വന്നു പിറന്നവനെ മണ്ണിൻ രൂപം തന്നവനെ കാണും ഞങ്ങൾ തേജസ്സിൽ. താവിലെ നമ്മൾ പാടി സ്തുതിക്കുമ്പോൾ കോടാനുകോടി വിശുദ്ധന്മാര് മൺമയമല്ല തേജസ്സിന്റെ ശരീരം എന്നും ഒരുപോലെ നിൽക്കുന്ന കോടാനുകോടി വർഷം നിൽക്കുന്ന ശരീരത്തിലിരുന്ന് യേശു കർത്താവിനെ പാടി ആരാധിക്കുന്ന രംഗം എത്രയോ സന്തോഷകരമാണ്. അതുകൊണ്ട് ആ പ്രത്യാശയുള്ള ദൈവജനങ്ങൾ ഈ വചനം ലോകത്തോടറിയിക്കണം കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ വയലേലകളിൽ കർത്താവിന്റെ വചനങ്ങൾ വാങ്ങും ഞങ്ങൾ, പ്രതിഫലമായി സ്വർണത്തിന്റെ കിരീടങ്ങൾ. അപ്പൊ അതിന് പ്രതിഫലമൊക്കെ തരുന്ന ആ പ്രതിഫലം വാങ്ങുന്ന രംഗങ്ങളൊക്കെ എത്രയോ സന്തോഷമാണ്, പ്രത്യാശ നമുക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞാൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, അതെ നിങ്ങൾ ഉപ്പുള്ളവരായിരിക്കും. പൗലോസ്ലീഹ പറഞ്ഞു, അതെ നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനാ രുചി വരുത്തിയതും കൃപയോട് കൂടിയതുമായിരിക്കട്ടെ.
ദാവീദ് രാജാവ് പറഞ്ഞു, അതെ, ഞാൻ ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു അറിയുന്നു, നീ അറിയാതെ ഒരു വാക്ക് എൻ്റെ നാവിന്മേലില്ല. അപ്പൊ അങ്ങനെ നമ്മളെ ശ്രദ്ധിക്കുന്ന, നമ്മളെ കരുതുന്ന, പരിപാലിക്കുന്ന, സൂക്ഷിക്കുന്ന, നമ്മുടെ ഈ ലോക ജീവിതം കഴിയുമ്പോൾ സ്വർഗോലങ്ങളെ കൊണ്ടുപോകുന്ന മനോഹരമായ ഭവനം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ നല്ലവനായ കർത്താവിനെ പ്രസംഗിക്കുന്നത്, ആരാധിക്കുന്നത്, പാടുന്നത് ഒക്കെ എത്രയോ സന്തോഷമാണ്. ആ പ്രത്യാശ നാടിനെ ഒന്ന് ഭാവനയിൽ കാണണം കേട്ടോ. കർത്താവിന് സ്തോത്രം. ഭാവനയെ കാണുമ്പോൾ അത് സന്തോഷകരമായിരിക്കും. പ്രത്യാശ. പണ്ടൊരാള് അമേരിക്കയിലേക്ക് പ്ലെയിനിൽ യാത്ര പോയപ്പോ പ്ലെയിൻ അപകടം, പ്ലെയിന് അതിന്റെ നിയന്ത്രണം വിട്ട് പോയി. എല്ലാവരും വളരെ ഭയാനകമായിരിക്കുന്ന രംഗം. ഈ മനുഷ്യന്, പ്രായമുള്ള മനുഷ്യനായി, യാതൊരു കുലുക്കമില്ലാതെ നല്ല ജെന്റിൽമാനായി ആ പ്ലെയിനിലിരുന്നു. ഒടുവിൽ അതിന്റെ അടിയന്തരമായ ആ പ്രതികൂല സാഹചര്യങ്ങളെ മാറി ശാന്തമായ ഒരു അന്തരീക്ഷം വന്നപ്പോ അടുത്തിരുന്നവർ ചോദിച്ചു, സാറ് ഞങ്ങളൊക്കെ നിലവിളിയിട്ട് അലറി കരഞ്ഞ് വളരെ പ്രയാസത്തിലൊക്കെ ആയപ്പോ സാറ് ഇതൊന്നും സംഭവിക്കാതെ വളരെ ധീരനായി ധൈര്യശാലായി ഇരിക്കുന്ന കണ്ടല്ലോ, എന്താ ഇതിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഒരു മകൻ അമേരിക്കയിലുണ്ട്, ഞാൻ അവന്റെ അടുക്കലേക്കാ പോകുന്നത്. അപ്പൊ തന്നെ എൻ്റെ ഒരു മകൻ നേരത്തെ മരിച്ചു സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ അമേരിക്കയിലേക്ക് പോകുന്ന മകന്റെ യാത്രയിൽ ഈ പ്ലെയിൻ അപകടം വന്നാൽ ഞാൻ സ്വർഗത്തിലുള്ള എൻ്റെ മകന്റെ അടുക്കിലേക്ക് പോകും. ഒന്നുകിൽ ഞാൻ അമേരിക്കയിലേക്ക് പോകും, അത് ഞാൻ സ്വർഗത്തിലുള്ള എൻ്റെ മകന്റെ അടുക്കിലേക്ക് പോകും. അതുകൊണ്ട് എനിക്ക് ആ മരണത്തെ ഭയമില്ല എന്ന് അദ്ദേഹം പറയുവാനിടയായി. പ്രിയമുള്ളവരെ, ഈ ലോകയാത്ര കഴിഞ്ഞ് ആ സ്വർഗത്തിലേക്ക് പോകുവാനും താവിനെ നേരെ കാണുവാനും ദൂതസംഘത്തോട് ഒരുമിച്ചുള്ള വാഴ്ച, തേജസ്സിന്റെ ശരീരം എത്ര മനോഹരമാണ്, എത്ര സന്തോഷമാണ്, എത്ര ആനന്ദമാണ്. ആ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെങ്കിൽ ഈ വചനം കേൾക്കണം, ഈ വചനം പഠിക്കണം. അതേ, നമ്മളൊരു ആത്മീയ ചിന്താഗതിയോടുകൂടി ഞാനൊരു സ്വർഗീയ പൗരനാണെന്നുള്ള ആ വിചാരത്തോടെ ജീവിക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്നെ അറിയണമെങ്കിൽ, എന്നെ അയാളുമായിട്ട് സംസാരിക്കണമെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ പറയാം. 93-870-14-899. KV തോമസ് എന്നാണ് എൻ്റെ പേര്. ഒന്നുകൂടി പറയാം, 93-870-14-899. ഈ വീഡിയോയിൽ കാണുക നമ്പർ. നോർത്ത് പറവൂരാണ്. അവിടെ IPC പ്രയർ ഹാളിലാണ് ആരാധന. എല്ലാ ഞായറാഴ്ചയും 9 മുതൽ 12 വരെ ആരാധനയുണ്ട്. എല്ലാവർക്കും അവിടെ കടന്ന് പ്രാർത്ഥനയെ സഹകരിക്കാം. അല്ല, ഇനി ബൈബിൾ സമുദായക്കുള്ള വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഫോൺ ചെയ്താൽ ആ വിവരങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നല്ല സഹകരണത്തോടെ ദൈവരാജ്യ ചിന്തയോടെ ഒരു പ്രത്യാശയുള്ള ജീവൻ നയിക്കുവാൻ അല്പനേരത്തെ വചന കേൾവി ഏവർക്കിടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.